39 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു. ഇന്ന് നിങ്ങൾ പോകാനിടയ്ക്കുന്ന ദിക്കുകൾ, ഇന്ന് നിങ്ങൾ സംസാരിക്കാനിരിക്കുന്ന വ്യക്തികൾ, ഇന്ന് നിങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസുകൾ, ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ, നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ, കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ആശുപത്രി കിടക്കുന്നവരെ എത്രയും വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്രയും വേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ വർഷങ്ങളായിട്ടും മക്കളില്ലാതെ വേദനിക്കുന്നവരെയും ഉള്ള മക്കൾക്ക് എപ്പിലെപ്സിയും അതുപോലെ തന്നെ രോഗങ്ങളും ഹൈപ്പർ ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഓരോരോ ഓട്ടിസം പോലുള്ള രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കർത്താവിൻ്റെ കാരുണ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അതിനെ വളർത്തുന്ന അമ്മമാർ കർത്താവിൻ്റെ നാമത്തിൽ അത് അതിജീവിക്കാനുള്ള കൃപയും ശക്തിയൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നവരുണ്ട്, വൈവ എഴുതുന്നവരുണ്ട്, ഡോക്ടറിൻ്റെ തീസ് ഒരുക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, സ്ഥലമില്ലാത്തവർ, സ്ഥലം പൊക്കുവരെ ചെയ്യാത്തവർ, പകടമ്പടി ചെയ്യാത്തവർ, സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ, കരഭൂമികൾ, അതുപോലെ തന്നെ പാടശേഖരങ്ങൾ കരഭൂമിയാക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ, ചർച്ചയ്ക്ക് പോകുന്നവർ, സമാധാനം എത്തിക്കേണ്ടവർ, അവർക്കെല്ലാം പരിശുദ്ധാത്മാവിടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.